ആദ്യമേ തന്നെ ഒരു കാര്യം പറയുവാണ്, ഇത് 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ മാത്രം കാണേണ്ട ഒരു വീഡിയോ അല്ല. നിങ്ങൾ ചെറുപ്പക്കാരും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണണം. നിങ്ങളുടെ വീട്ടിലെ, നിങ്ങളുടെ കുടുംബത്തിലെയൊക്കെ സീനിയേഴ്സിനെ നിക്ഷേപ കാര്യങ്ങളിൽ ഉപദേശിക്കേണ്ടത്, നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത്, സഹായിക്കേണ്ടത് ഒക്കെ നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. പൊതുവെ 60 വയസ്സ് കഴിഞ്ഞവരെയാണ് നമ്മൾ സീനിയർ സിറ്റിസൺസ് എന്ന് പറയുക. എന്നാൽ ഈ വീഡിയോയുടെ ഒരു വ്യൂ പോയിന്റിൽ 50 കഴിഞ്ഞവരും 55 കഴിഞ്ഞവരും ഒക്കെ ഈ ഒരു പരിധിയിൽ വരും. ആ കാര്യം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും. പൊതുവെ സീനിയർ സിറ്റിസൺസിന്റെ കൈവശം ഒരു തുകയൊക്കെ ഉണ്ടാകാറുണ്ട്. റിട്ടയർമെന്റിന്റെ സമയത്ത് കിട്ടിയതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ കിട്ടിയതായിരിക്കാം. ഈ ഒരു തുക ഏറ്റവും സേഫ് ആയ രീതിയിൽ, ഒട്ടും റിസ്ക് ഇല്ലാതെ, എന്നാൽ അത്യാവശ്യം നല്ല റിട്ടേൺ ഗ്യാരണ്ടീഡ് ആയിട്ട് ലഭിക്കുന്ന ഇടങ്ങളിൽ നിക്ഷേപിക്കാനാണ് ഇവരിൽ ഭൂരിപക്ഷം പേരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിൽ ഭൂരിപക്ഷത്തിൻ്റെയും ഫസ്റ്റ് ചോയ്സ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കുകയും ചെയ്യും. എന്നാൽ നമുക്കറിയാം, ഇപ്പോൾ ഈ ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിനൊക്കെ പലിശ ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ സീനിയർ സിറ്റിസൺസിന് നിക്ഷേപിക്കുന്നതിന് വേണ്ടി 2 സ്കീമുകൾ നമ്മളിവിടെ പരിചയപ്പെടുത്തുകയാണ്. രണ്ടും സീനിയേഴ്സിന് വേണ്ടി പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഒന്നാമത്തെ സ്കീം KSFEയുടെ വന്ദനം സ്കീമാണ്. രണ്ടാമത്തെ സ്കീം പോസ്റ്റ് ഓഫീസിലെ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമാണ്. രണ്ടും മികച്ച സ്കീമുകളാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഈ 2 സ്കീമുകളെ പറ്റിയും ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട്, എന്നാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടും വ്യക്തമായിട്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇതിൽ ഏത് സ്കീമാണ് കൂടുതൽ സ്യൂട്ട് ആവുക എന്ന കാര്യം. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് സേഫ്റ്റിയെ പറ്റിയാണ്. KSFE വന്ദനം സ്കീം വളരെ സേഫ് ആണ്. KSFE കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഓണർഷിപ്പിലുള്ള ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിക്ഷേപങ്ങളെ ഗ്യാരണ്ടി ചെയ്യുന്നത് കേരള ഗവൺമെന്റ് ആണ്. ഇനി പോസ്റ്റ് ഓഫീസ് സീനിയർ സിറ്റിസൺ സ്കീം, ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ്. കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇവിടെ ഗ്യാരണ്ടി നൽകുന്നത്. പോസ്റ്റ് ഓഫീസിൽ ലഭ്യമായിട്ടുള്ള ഈ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീം ബാങ്കുകൾ വഴിയും ലഭ്യമാണ്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഈ 2 സ്കീമിനും ഫുൾ മാർക്കാണ് നമ്മൾ കൊടുക്കുക. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് ആർക്കൊക്കെയാണ് ഈ സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ്. ആദ്യം KSFE വന്ദനത്തിന്റെ കാര്യം നോക്കാം. 60 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ സിറ്റിസണിനും ഈ ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി 55 വയസ്സിന് മുകളിൽ പ്രായമുള്ള KSFEയിലെ റിട്ടയേർഡ് എംപ്ലോയീസിനും ഈ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, NRIസിന് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി പോസ്റ്റ് ഓഫീസ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. 55 വയസ്സ് കഴിഞ്ഞ ഏതൊരു റിട്ടയേർഡ് ഗവൺമെന്റ് എംപ്ലോയിക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആർമിയിൽ നിന്നൊക്കെ റിട്ടയേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് 50 വയസ്സ് കഴിഞ്ഞവർക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, NRIസിന് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇനി മൂന്നാമത്തെ കാര്യം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ആണ്. എത്രയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? KSFE വന്ദനം സ്കീമിൽ മിനിമം ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് 10,000 ആണ്. പരമാവധി എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി പോസ്റ്റ് ഓഫീസ് സീനിയർ സിറ്റിസൺ സ്കീമിൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് 1000 രൂപയാണ്. പരമാവധി 30 ലക്ഷം രൂപ വരെ മാത്രമേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി നമ്മൾ നോക്കുന്നത് ഈ സ്കീമുകളുടെ കാലാവധി എങ്ങനെയാണ്, പലിശ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. KSFE വന്ദനം സ്കീമിന്റെ കേസിൽ ഇതിന്റെ കാലാവധി 1 വർഷം മുതൽ 2 വർഷം വരെയാണ്. 1 വർഷമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. 1 വർഷം കഴിയുമ്പോൾ മെച്ചുർ ആകും. 2 വർഷം വരെ തുടരാം. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ സ്കീമിന്റെ പലിശ പ്രതി വർഷം 8% എന്ന രീതിയിലാണ് കണക്ക് കൂട്ടുക. മാസം മാസം വേണമെങ്കിൽ നമുക്ക് പലിശ പിൻവലിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. മാസം മാസം പലിശ വേണ്ടെങ്കിൽ മച്ചുർ ആയി കഴിയുമ്പോൾ പലിശ പിൻവലിച്ചാലും മതി. ഇനി സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ കാര്യം നോക്കാം. ഇതിന്റെ കാലാവധി 5 വർഷമാണ്. 5 വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ വേണമെങ്കിൽ ഒരു 3 കൊല്ലത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന്റെ പലിശ എന്ന് പറയുന്നത് പ്രതിവർഷം
8.2% എന്ന രീതിയിലാണ് കണക്ക് കൂട്ടുന്നത്. പലിശ മാസം മാസം പിൻവലിക്കാൻ വേണ്ടി പറ്റില്ല, 3 മാസം കൂടുമ്പോൾ പിൻവലിക്കാൻ വേണ്ടി പറ്റും. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ നോക്കുന്നത് പ്രീ മച്വർ വിഡ്രോവൽ എങ്ങനെയാണെന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവധിക്ക് മുമ്പ് ഇത് പിൻവലിക്കാൻ പറ്റുമോ, പറ്റുമെങ്കിൽ എങ്ങനെ? KSFE വന്ദനം സ്കീമിന്റെ കേസിൽ 1 വർഷമാണല്ലോ കാലാവധി. അപ്പൊ ആ 1 വർഷത്തിന് മുമ്പ് പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാം. പക്ഷെ പലിശ വളരെയധികം കുറയും. എന്തേരം കുറയും? KSFE സുഗമ നിക്ഷേപ പദ്ധതി എന്നൊരു സംഗതി ഉണ്ട്. എന്തോ അത് ബാങ്കിലെയൊക്കെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പോലെ KSFEയിലുള്ള സംവിധാനമാണ്. അവിടുത്തെ പലിശ എത്രയാണോ അതിനേക്കാൾ 1% കുറഞ്ഞ പലിശയെ കിട്ടുകയുള്ളൂ നേരത്തെ പിൻവലിച്ചു കഴിഞ്ഞാൽ. അപ്പൊ നിലവില് അവിടുത്തെ പലിശ 4.5%. അപ്പോൾ 3.5% പലിശ മാത്രമേ കിട്ടുകയുള്ളൂ നേരത്തെ പിൻവലിച്ചു കഴിഞ്ഞാൽ. ഇനി സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ കേസിൽ നമുക്കറിയാം കാലാവധി 5 വർഷമാണല്ലേ. ആദ്യത്തെ 1 വർഷം വിഡ്രോവല് അനുവദിക്കുന്നതല്ല, പിൻവലിക്കാൻ വേണ്ടി പറ്റത്തില്ല. 1 വർഷം മുതൽ 2 വർഷം വരെയുള്ള സമയത്തിനിടയ്ക്ക് പിൻവലിച്ച് കഴിഞ്ഞാൽ 1.5% നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അതിൻ്റെ 1.5% പെനാൽറ്റി ആയിട്ട് കട്ട് ചെയ്യും, ബാക്കിയേ കിട്ടത്തുള്ളൂ. ഇനി 2 വർഷത്തിന് ശേഷം 5 കൊല്ലത്തിന് മുമ്പ് പിൻവലിച്ച് കഴിഞ്ഞാൽ 1% പെനാൽറ്റി ആയിട്ട് കട്ട് ചെയ്യും. ഇനി അവസാനമായിട്ട് പറയുന്നത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. KSFE വന്ദനം സ്കീമിൽ യാതൊരുവിധ ടാക്സ് ആനുകൂല്യങ്ങളും ഇല്ല. പലിശ കിട്ടുന്നത് ടാക്സബിൾ ആണ്, നമ്മുടെ വരുമാനത്തിന്റെ കൂടെ അതും കൂട്ടിച്ചേർക്കപ്പെടും. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ കേസിൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് സെക്ഷൻ 80C പ്രകാരമുള്ള ടാക്സ് ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇൻകം ടാക്സിൽ ഇപ്പോൾ ന്യൂ റെജിം ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ അതിനത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് റെജിം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് 1.5 ലക്ഷം രൂപ വരെ ഈ സ്കീമിലേക്ക് ഇടുന്ന എമൗണ്ടിന് ടാക്സ് വേണ്ട എന്നൊരു സംഗതിയുണ്ട്. എന്നാൽ ഈ ഒരു സ്കീമിൽ നിന്ന് കിട്ടുന്ന പലിശ അത് ടാക്സബിൾ ആണ്, നമ്മുടെ ഇൻകത്തിന്റെ കൂടെ അതും കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഏത് സ്കീമാണ് കൂടുതൽ സ്യൂട്ടബിൾ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കാര്യം കൂടി കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.